സ്വയം സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന തോന്നൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങളെ? ഒറ്റ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമുക്ക് സ്വയം സ്നേഹിക്കാൻ പഠിക്കാം. ബാക്കിയുള്ളവർ വഴിയെ നമ്മളെ സ്നേഹിക്കും, ഉറപ്പ്. ആദ്യമായിട്ട് സ്വന്തം ലൈഫിൻ്റെ ഉത്തരവാദിത്തം മറ്റാരെയും ഏൽപ്പിക്കാതെ അവനവനിൽ അർപ്പിക്കുക. അതെങ്ങനെയാണെന്നല്ലേ? മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ, വീഴ്ചകൾക്ക് മറ്റുള്ളവരെ പഴിചാരാതെ സ്വയം ഏറ്റെടുക്കുന്നവരാണ് സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകൾ. ഇതാദ്യമായിട്ടാണെങ്കിൽ അത്ര എളുപ്പമായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബേബി സ്റ്റെപ്സ് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ഇവയിലൊക്കെ ആദ്യം ഫോക്കസ് കൊടുക്കാം. ഇത് ഹസ്ബൻഡിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇത് വൈഫിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊന്നില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ്. അവർ കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയായി, ഇവർ കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയായി, എങ്ങും എനിക്കെത്താൻ പറ്റിയില്ല, എല്ലാത്തിനും കാരണം അവരാണ്, അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, അവരെന്നോടങ്ങനെ ചെയ്തത് കൊണ്ടാണ് എൻ്റെ ഗോൾസ് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ചിന്തയും പറച്ചിലും ഒക്കെ ആദ്യം നമുക്ക് നിർത്താം. സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആദ്യ പടി അതാണ്. ഒരാളുടെ മേലും നമ്മുടെ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ എന്തനുഭവിക്കുന്നോ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നമ്മുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സ്വന്തമായി സഹായിക്കുക. പറ്റുന്ന പോലെ മറ്റുള്ളവരെയും സഹായിക്കുക. നമ്മളെ ഏറ്റവും നന്നായി അറിയുന്നത് നമുക്ക് തന്നെയല്ലേടോ. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നമുക്കല്ലേ അറിയാൻ കഴിയുന്നത്. സോ നമ്മളെക്കാൾ കൂടുതൽ മറ്റാർക്കാ സഹായിക്കാൻ കഴിയുക? നമ്മളെക്കാൾ കൂടുതൽ മറ്റാർക്കാ സ്നേഹിക്കാൻ കഴിയുക? സോ സെൽഫ് ലവ് ഫസ്റ്റ് പോയിൻ്റാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്. അടുത്തത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കറിയാം, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ അടിഞ്ഞു കൂടി അതൊരുപാട് നിറഞ്ഞ് അൺകൺട്രോളബിളായി വരുമ്പോൾ നമ്മളത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. സ്വയം നമ്മെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വരാതെ നോക്കുക എന്നർത്ഥമാക്കാമല്ലോ. നമ്മുടെ ഇണയോടോ, സുഹൃത്തുക്കളോടോ, മക്കളോടോ, മരുമക്കളോടോ നെഗറ്റീവായി പെരുമാറുമ്പോൾ അതവരെ വിഷമിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ നമ്മളോട് മറ്റുള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കെങ്ങനെ ഫീൽ ചെയ്യും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഈ സ്റ്റെപ്പ് പ്രാക്ടിക്കലാക്കാൻ. നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത ഒരു പോയിൻ്റ് പോലും ഇതിൽ ഞാൻ സംസാരിക്കുന്നില്ല. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഒരുപാട് ആളുകളെ കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വയം സാധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേത്, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മിസ്റ്റേക്ക് ചെയ്താൽ മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കാൻ നമ്മൾ ശരിക്കും ആഗ്രഹിക്കില്ലേ? പറ്റിപ്പോയതല്ലേ, അതൊന്ന് വിട്ട് കളഞ്ഞൂടെ എന്നൊക്കെ നന്നായി പെരുമാറാൻ ആഗ്രഹിക്കില്ലേ? നമ്മളെ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കില്ലേ? അംഗീകരിക്കാൻ ആഗ്രഹിക്കില്ലേ? നമ്മുടെ മൂല്യം മറ്റുള്ളവർ മനസ്സിലാക്കാൻ ആഗ്രഹിക്കില്ലേ? ആ മൂല്യമുള്ളൊരു വ്യക്തിയായിട്ട് നമ്മളെ ആളുകൾ അംഗീകരിക്കാൻ ആഗ്രഹിക്കില്ലേ? ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ് അല്ലേ? ഇതൊക്കെ ആദ്യം എങ്ങനെ ചെയ്യാം എന്ന് നമ്മളായിട്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ വലിയ ഒരു ലക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ്. നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ആദ്യം അങ്ങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇനി 4, ദിവസവും ഇത്ര ടൈം, അതെത്രയാണോ നിങ്ങൾക്ക് പറ്റുന്നത്, 5-10 മിനിറ്റ് ആയാലും മതി, ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കും എന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് ദിവസവും പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസമെങ്കിലും ചെയ്യണം കേട്ടോ. ആ സമയം നിങ്ങൾ ഫോണിൽ നോക്കിയിരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് എന്നല്ലേ ചിന്തിക്കുന്നത്? എൻ്റെ ജോലികൾ തീർത്ത് വെച്ചാൽ എനിക്ക് അത്രയും സമാധാനമായി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമുക്ക് സന്തോഷം തരുന്ന, നമ്മളെ കോൺഫിഡൻ്റ് ആക്കുന്ന, നമ്മളെ പോസിറ്റീവ് ആക്കുന്ന എന്തും ആ സമയത്ത് ചെയ്യാം. ഇനി
ആ സമയത്ത് നാളത്തെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കറിക്കരിഞ്ഞ് വയ്ക്കാം, തുണികൾ മടക്കി വയ്ക്കാം, അലക്കി വയ്ക്കാം, ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഇതൊന്നും ചെയ്യാൻ പോകല്ലേ. ഇതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസാണ്, ഉത്തരവാദിത്തങ്ങളാണ്. അതൊന്നുമല്ല ഈ സമയത്ത് ചെയ്യാൻ പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക. മൊബൈൽ യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒട്ടും സമയമില്ല, നമുക്കൊന്നും അറിയില്ല, എന്താ എനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, ഒരു കപ്പ് കോഫി ആയാലും മതിയിടോ, ഒരു കപ്പ് കോഫി എടുത്ത് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് സമാധാനമായിട്ട് ആസ്വദിച്ച് അതൊന്ന് കുടിച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്യൂട്ടി കെയർ ചെയ്യാം. നമ്മൾ ഒത്തിരി ക്രീമും എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വാരി തേച്ച് ഭയങ്കര സൗന്ദര്യം നോക്കണമെന്നല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉള്ള സൗന്ദര്യത്തെ, ഉള്ള ശരീരത്തെ, ഉള്ള മുടിയെ, നിങ്ങളുടെ സ്കിന്നിനെ ഒക്കെ ഒന്ന് പരിപാലിക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം, ഒന്ന് കെയർ ചെയ്യാം. അത്ര തന്നെ മതി. നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യാം, നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാം. എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണോ, ഒരു 10 മിനിറ്റ് നടക്കാൻ പോകണോ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. ഇനി മൈൻഡ് കെയർ ചെയ്യാം. നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും നല്ലത് ഡീടോക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് നെഗറ്റിവിറ്റീനെ പുറത്ത് കളയുക എന്നുള്ളതാണ്. അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ടൂള് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നിങ്ങളൊരു 10 മിനിറ്റ് ചെയ്താൽ ഭയങ്കര ഒരു കോൺഫിഡൻസും ഭയങ്കര ഒരു സമാധാനവും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ ലവ് യുവർ സെൽഫ് ദ വേ യു ആർ. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുക. സെൽഫ് ലവിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും താല്പര്യമുണ്ട് ചെയ്യാനെങ്കിൽ നിങ്ങൾ യെസ് ഐ ക്യാൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെൽഫ് ലവിനെ പറ്റി പറഞ്ഞു തരാം. ഇതൊരൊറ്റ ടൂളാണ്. മറ്റുള്ളവരുടെ കയ്യിലേക്ക് നമ്മളെ അകപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ കേജിലാക്കിയിട്ട് താക്കോൽ വെച്ച് പൂട്ടിയിട്ട് ആ താക്കോൽ നമ്മളുടെ പോക്കറ്റിലിട്ടിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയാണ് എന്നെ എങ്ങനെയെങ്കിലും ചാടി പുറത്തിറക്കിത്താ, എന്നെ സഹായിക്കൂ എന്ന് പറയുന്ന ആ പോയിൻ്റാണ് നമ്മളിപ്പോൾ തിരുത്തി കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. സെൽഫ് ലവ് ചെയ്താൽ ആ കേജിലടക്കപ്പെട്ട എന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നോ അത്രയും ഈസി ആൻഡ് ഫാസ്റ്റായിട്ട് ഞാൻ ആ കേജിൽ നിന്നും പുറത്ത് വരും. ഞാൻ എത്ര എന്നെ മനസ്സിലാക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഞാൻ അത്ര നാൾ ആ കേജിൽ കിടക്കും. ഈ കേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ തന്നെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളെ ആരും കൊണ്ടുപോയി ഇട്ടതല്ല, നമ്മൾ കയറിയിരിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, നമ്മൾ കയറിയിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ ലോക്ക് താക്കോലിട്ട് പൂട്ടും. എന്നിട്ട് ആ താക്കോൽ നമ്മുടെ തന്നെ പോക്കറ്റിലിടും. എന്നിട്ട് താക്കോലിന് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കും. ഇതല്ലേ നമ്മുടെ ലൈഫിൽ ഏത് സ്റ്റാൻഡിലും നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കിക്കോ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് മീ, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സെൽഫ് ലവ് ഇസ് എ ഇമ്പോർട്ടൻ്റ് ആൻഡ് കീ പോയിൻറ്റ്. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ആസ് ഐ സെഡ്, ഐ എം സേയിങ് വൺസ് അഗെയിൻ, ലവ് യുവർ സെൽഫ് ദ വേ യു ആർ. എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. താങ്ക് യു.